ഹലോ, കൃഷ്ണേന്താണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല, കാരണം നമുക്ക് ഇന്നലെ വീട്ടിൽ കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പ്രാക്ടീസിനുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി, സാമ്പാറും ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് നേരെ ബസ് കത്തിൽ നിന്ന് ഈ ഊള ബസ് നിർത്തിയില്ല. തൊട്ട് പിറകെ ചേട്ടൻ വന്നു. പിന്നെ ചേട്ടൻ്റെ കൂടെ കയറി. ചേട്ടൻ എന്നെ ഇവിടെ PMGയിലാക്കി തന്ന്. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ ഞാൻ 10 മണി കഴിഞ്ഞ് ചേട്ടൻ എനിക്ക് പണിഷ്മെൻറ്റ് തന്നേനെ. അങ്ങനെ അവിടെ നിന്ന് പക്ഷേ എനിക്ക് ഇഡ്ഡലി കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻറ്റീനിൽ, യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിലെ ഫുഡല്ല, സൺഡേ കിട്ടുന്നത് നമുക്ക് അവിടെ നിന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചു തരുന്നത്. ബിരിയാണി ഉണ്ടാൻ പോകുന്നതാണ്. ഇന്ന് ബിരിയാണി ഹട്ടിലെ ബിരിയാണിയാണ്. പക്ഷേ നമുക്ക് ബിരിയാണി ഹട്ടിലെ ബിരിയാണിക്കാൾ ഇഷ്ടപ്പെട്ടത് ക്യാൻറ്റീത്തെ മസാലയാണ്. പക്ഷേ ക്യാൻറ്റീത്തെ മസാലയിൽ ബിരിയാണി ഇല്ല. പക്ഷേ എന്നാൽ നമ്മളിന്ന് കുറേ ആഗ്രഹിച്ചിന് ബിരിയാണി വേണമെന്ന് ചോറായിരുന്നെങ്കിൽ ആൻറ്റി ക്രിസ്ത്യാനികളുടെ മനസ്സാകെ വിഷമിക്കുകയും. പക്ഷേ ബിരിയാണി കിട്ടിയോണ്ട് നമ്മളെല്ലാം ഹാപ്പിയാണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. അങ്ങനെ ലച്ചു കണ്ണൂരുള്ളതാണ്, അതുകൊണ്ടാണ് ലച്ചുവിൻ്റെ ഭാഷ അങ്ങനെ ഇരിക്കുന്നത്. നല്ല രസമാണ് ലച്ചു സംസാരിക്കണ കേൾക്കാൻ. ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും ഉറക്കക്ഷീണത്തിലായിരുന്നു. ഇവിടെ എല്ലാവരും ചക്ക വെട്ടിയിട്ടാണ് കിടന്ന് ഉറക്കമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാണ് സുപ്ലി ചേട്ടൻ. ചേട്ടനാണ് നമ്മളെ മൈമ പഠിപ്പിക്കുന്നത്. ചേട്ടൻ്റെ പേര് നിതിൻ എന്നാണ്. പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സൗത്ത് സോണിൽ ചെയ്ത പ്രാക്ടീസ് ഒരുപാട് നാൾ ചെയ്തിട്ട് കിട്ടാത്ത കോൺഫിഡൻസ് നാഷണൽസിൽ ആദ്യത്തെ ദിവസം കിട്ടി. എനിക്ക് അറിഞ്ഞില്ല കൊള്ളൂരെങ്കിൽ പോലും എന്തോ ഒരു സാധനം കിട്ടി. അടുത്തത് ഞാൻ മൈമ കഴിഞ്ഞ് നേരെ ഇറങ്ങാൻ പോകുന്നത് ഫോക്ക് ഡാൻസ് ആണ്. ഫോക്ക് ഡാൻസ് എന്റെ സാറായിരിക്കും. എന്റെ സാറ് കയ്യിൽ പൊതുവല്ലാതെ പേപ്പർ പാട്ടേതാണ്. ചേട്ടൻ ഭയങ്കര രസമാണ്. അങ്ങനെ ചേട്ടൻ്റെ തമാശയൊക്കെ പറഞ്ഞിരുന്ന പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.